ദിവസങ്ങളോളം വിലപിച്ചു ഞാൻ. എൻ്റെ കണ്ണീർ യേശു അറിഞ്ഞു, എൻ്റെ കരച്ചിൽ യേശു കേട്ടു. ഒഴുകിയ കണ്ണുനീരവൻ തുടച്ചു, ഒഴുകിയ കണ്ണുനീർ അവൻ തുടച്ചു. ഞാനൊന്നു കരയുമ്പോൾ കൂടി കരയുന്ന, ഞാനൊന്നു തളരുമ്പോൾ കൂടി അണയുന്ന നല്ലൊരു സ്നേഹിതൻ യേശുവല്ലോ, നല്ലൊരു രക്ഷകൻ യേശുവല്ലോ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. നോഹ ദൈവത്തോടുകൂടി നടന്നു എന്ന തിരുവചന ഭാഗത്തെ ആസ്പദമാക്കിയാണ് നാം ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. നോഹ ദൈവത്തോടുകൂടി നടന്നു. അതിന് മുൻപ് ഹാനോക്ക് ദൈവത്തോട് നടന്നു എന്ന് തിരുവചനം പറയുന്നുണ്ട്. ഹാനോക്ക് ദൈവത്തോട് നടന്നു. ഹാനോക്കിൻ്റെ മകൻ്റെ പേര് മെഥൂശലാഹ് എന്നാണ്. വേദപുസ്തകത്തിൽ ഏറ്റവും അധികം കാലം ജീവിച്ചിരുന്നയാളാണ് മെഥൂശലാഹ്, 969 വർഷം. ഹാനോക്കിൻ്റെ മകൻ മെഥൂശലാഹ്, മെഥൂശലാഹിൻ്റെ മകൻ ലാമേക്ക്, ലാമേക്കിൻ്റെ മകൻ നോഹ. ഹാനോക്കിൻ്റെ ജീവിതം മകനെ സ്വാധീനിച്ചു. ഹാനോക്കിൻ്റെ ജീവിതത്തിൽ ഹാനോക്ക് ദൈവത്തോട് നടന്നു എന്നുള്ളത് മെഥൂശലാഹിനെ സ്വാധീനിച്ചു. മെഥൂശലാഹിൽ നിന്ന് അത് മകനായ ലാമേക്കിലേക്ക് പകർന്നു. ലാമേക്ക് അപ്പനിൽ നിന്ന് ഗ്രഹിച്ചു, അപ്പൻ്റെ അപ്പൻ ഹാനോക്ക് ദൈവത്തോട് നടന്നു എന്ന്. ജീവിതത്തിൽ വ്യക്തമായി ഒരു പ്രതിഷ്ഠയിലേക്ക് ഹാനോക്ക് വരികയും വിശ്വാസത്തോടെ ജീവിതം ദൈവത്തിനായി സമർപ്പിക്കുകയും ജീവനുള്ള ദൈവത്തെ ആരാധിക്കുകയും ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിക്കുകയും ദൈവത്തോട് നടക്കുകയും ചെയ്തു. ഇക്കാര്യം ലാമേക്ക് അറിഞ്ഞു. ലാമേക്കിൽ നിന്ന് അത് മകനായ നോഹയിലേക്ക് പകർന്നു. മക്കളിലേക്ക്, മക്കളുടെ മക്കളിലേക്ക്, അനന്തര തലമുറയിലേക്ക് അനുഗ്രഹം പകരുകയാണ്. ഹാനോക്ക് ദൈവത്തോട് നടന്നു. ഹാനോക്ക് ദൈവത്തോട് നടന്ന് ദൈവം അവനെ എടുത്തു. വരാൻ പോകുന്ന പ്രളയം അത് നേരിടാതെ, അത് അനുഭവിക്കാൻ ഇടയാകാതെ അതിനു മുൻപ് ദൈവം ഹാനോക്കിനെ ഈ ഭൂമിയിൽ നിന്നെടുത്തു. ഹാനോക്കിനെ ദൈവം എടുത്തുകൊണ്ടതിനാൽ അവൻ കാണാതെയായി. വിശ്വാസത്താൽ ഹാനോക്ക് ദൈവത്തോട് നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ അവൻ കാണാതെയായി എന്ന് ഇബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. എന്നാൽ ഹാനോക്കിൻ്റെ ആ തലമുറയിൽ മകൻ മെഥൂശലാഹ്, മെഥൂശലാഹിൻ്റെ മകൻ ലാമേക്ക്, ലാമേക്കിന് ശേഷം നോഹ. നോഹ ദൈവത്തോട് നടന്നു. അതുകൊണ്ട് പ്രളയത്തിൽ തകർന്നില്ല, പ്രളയത്തിൽ നശിച്ചില്ല. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഹാനോക്ക് പ്രളയത്തിന് മുൻപ് എടുക്കപ്പെട്ടു, നോഹ പ്രളയത്തിൽ നശിക്കാതെ രക്ഷപ്പെട്ടു. രണ്ടിൻ്റെയും കാരണം ദൈവത്തോട് നടന്നു എന്നുള്ളതാണ്. അപ്പനിൽ നിന്ന് മകനിലേക്ക്, മകനിൽ നിന്ന് പിന്നെ അടുത്ത മകനിലേക്ക്, കൊച്ചുമക്കളിലേക്ക് അങ്ങനെ വിശ്വാസം വ്യാപിക്കുകയാണ്, വിശ്വാസം പകരുകയാണ്. വിശ്വാസം പകർന്ന് തലമുറകൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. ഒരു കാര്യം നിങ്ങൾ ഉറച്ചുകൊള്ളൂ, നിങ്ങൾ ദൈവത്തോടുകൂടെ നടക്കുന്നു എങ്കിൽ നിശ്ചയമായും നിങ്ങളുടെ മക്കൾ നശിച്ചു പോവുകയില്ല. നിങ്ങൾ ദൈവത്തോട് നടക്കുന്നുവെങ്കിൽ ഇന്നൊരു പക്ഷേ മക്കൾക്ക് ദൈവവിശ്വാസം ഇല്ലെങ്കിൽ പോലും, മക്കൾ വേണ്ടതുപോലെ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ പോലും, നിങ്ങൾ ദൈവത്തോട് നടക്കുവാൻ വ്യക്തമായൊരു തീരുമാനവും സമർപ്പണവും നിങ്ങൾ കൈവരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മക്കൾ നഷ്ടപ്പെട്ടു പോവുകയില്ല, നിങ്ങളുടെ മക്കൾ അവിശ്വാസികളായി പോവുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഇനിയും കാണാം,
അന്നത്തെ ജനം, നോഹയുടെ കാലത്തെ ജനം ആരും വിശ്വാസികളായി ജീവിച്ചില്ല. നോഹ പെട്ടകമണിയാൻ കൊട്ടുവടിയെടുക്കുകയും ചുറ്റിയെടുക്കുകയും തട്ടുകയും മുട്ടുകയും എല്ലാം ചെയ്യുമ്പോൾ ആളുകൾ ഊറി ഊറി ചിരിച്ചു കാണും. ആളുകൾ പരിഹാസത്തോടെ പരസ്പരം മുഖത്തോട് മുഖം നോക്കിക്കാണും. അവർ അടക്കം പറഞ്ഞു കാണും. വൃദ്ധനായ മനുഷ്യൻ ഈ വയോവാർദ്ധക്യത്തിൽ എന്തിന് ഈ വിഡ്ഢിത്തത്തിൻ്റെ വിഡ്ഢിവേഷം കെട്ടണം? എന്തിന് ഈ നാണം കെട്ട കാര്യത്തിന് ഇറങ്ങണം? എന്ത് വിഡ്ഢിത്തമാണ് ഈ കാണിക്കുന്നത്? മഴ പെയ്യും പോലും. എന്താണ് ഈ മനുഷ്യൻ പറയുന്നത്? ദൈവം അരുളി ചെയ്തെന്നാണ് പറയുന്നത്. ദൈവം അങ്ങനെ മനുഷ്യനോട് അരുളി ചെയ്യുമോ? ദൈവം അങ്ങനെ മനുഷ്യനെ ശിക്ഷിക്കുമോ? ദൈവം സ്നേഹമല്ലേ? സ്നേഹമായ ദൈവം മനുഷ്യനെ ശിക്ഷിക്കുമോ? സ്നേഹമായ ദൈവം മനുഷ്യർക്ക് നാശം വരുത്തുമോ? എന്തൊരബദ്ധമാണ് ഈ മനുഷ്യൻ പറയുന്നത്? തന്നെയുമല്ല, മഴ എന്നുള്ളതൊന്ന് ഈ ഭൂമിയിൽ ഇതുവരെ പെയ്തിട്ടുമില്ല, അങ്ങനെയൊന്നും കണ്ടിട്ടുമില്ല. മഴ പെയ്തിട്ടില്ലാത്ത ഈ ഭൂമിയിൽ മഴ പെയ്യുമെന്ന് പറഞ്ഞാൽ ഇതെങ്ങും വിശ്വസിക്കാൻ ഈ മനുഷ്യരെല്ലാം മണ്ടന്മാരാണോ? നോഹ തട്ടുകയും മുട്ടുകയും ചെയ്ത് പെട്ടകത്തിൽ പണി തുടർന്നുകൊണ്ടിരുന്നപ്പോൾ, ആ പണി ചെയ്യുന്നവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ, അപ്പോഴെല്ലാം ഓരോരുത്തർ വന്ന് കളിയാക്കുകയും പരിഹസിക്കുകയും അടക്കം പറയുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, മുന്നോട്ട് നീങ്ങി, കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങി പെട്ടകത്തിലേക്ക് വന്ന് കയറുവാൻ നോഹ 120 വർഷം പ്രസംഗിച്ചു കൊണ്ടിരുന്നു. 120 വർഷം ദൈവം അവസരം നീട്ടിക്കൊടുക്കുകയാണ്. 120 വർഷം നോഹ പ്രസംഗിച്ചിട്ടും ആരും ചെവിക്കൊണ്ടില്ല. ബഹുഭൂരിപക്ഷം പേരും ആരും നോഹ പറഞ്ഞത് വിശ്വസിച്ചില്ല. പക്ഷേ നോഹ പറഞ്ഞത് നോഹയുടെ ഭാര്യയും നോഹയുടെ മക്കൾ 3 പേരും മക്കളുടെ ഭാര്യമാരും വിശ്വസിച്ചു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൻ വിശ്വാസിയാണെങ്കിൽ മക്കൾ ചേർന്ന് നിൽക്കും, മക്കളും വിശ്വാസികളാകും. മറ്റനേകം ആളുകൾ എതിർത്തതുപോലെയും പരിഹസിച്ചതുപോലെയും മക്കൾക്കും ചിന്തിക്കരുതോ? നോഹയുടെ മക്കൾക്കും ചിന്തിക്കരുതോ? എന്ത് വിഡ്ഢിത്തമാണ് അപ്പനീ കാണിക്കുന്നത്? ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് ആളുകളെ ഭ്രമിപ്പിക്കുന്നു. ദൈവം ശിക്ഷിക്കും, പ്രളയം വരുമെന്നൊക്കെ പറഞ്ഞ് ആളുകളെ പേടിപ്പിക്കുന്നു. എന്ത് മണ്ടത്തരമാണ് അപ്പനീ പറയുന്നത്? ആളുകൾ പറഞ്ഞ കൂട്ടത്തിൽ ആ മക്കൾക്കും വേണമെങ്കിൽ പറയാമായിരുന്നു. ആളുകളെല്ലാം എതിർത്ത കൂട്ടത്തിൽ, അവിശ്വസിച്ച കൂട്ടത്തിൽ, പരിഹസിച്ച കൂട്ടത്തിൽ ആ മക്കൾക്കും കൂടാമായിരുന്നു. പക്ഷേ ആ മക്കളായതിന് കൂടിയില്ല. അവർ വളരെ വിനയപൂർവ്വം അപ്പൻ പറഞ്ഞത് കേട്ടുകൊണ്ട് ഓരോരുത്തരായി പെട്ടകത്തിലേക്ക് കയറി. ദൈവത്തിന് സ്തോത്രം. ഒടുവിൽ നോഹയും കയറി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബം അത് ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഇണക്കത്തിൻ്റെയും കൂറിണക്കത്തിൻ്റെയും ഹാർമണിയുടെയും ഒരു നികേതനമായി മാറേണ്ടതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബം. ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ദയവായി ചിന്തിക്കൂ. നിങ്ങളുടെ കുടുംബത്തിൽ ആ ഏകതാനതയുണ്ടോ? ഐക്യമുണ്ടോ? ഒരു മനസ്സുണ്ടോ? നിഷ്കളങ്ക സ്നേഹത്താൽ ബന്ധിതമാണോ? പരസ്പര വിശ്വാസമുണ്ടോ? പരസ്പരമായ കൂറിണക്കമുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അനേകം ഭവനങ്ങൾ തകർന്നു കിടക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നവരുടെയും ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവരുടെയും ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി ചെലവഴിക്കുന്നവരുടെയും അനേകരുടെ കുടുംബങ്ങൾ തകർന്നു കിടക്കുകയാണ്. കുടുംബങ്ങളിൽ സാക്ഷ്യമില്ല. കുടുംബങ്ങളിൽ സാക്ഷ്യം ഉണ്ടാകണമെങ്കിൽ ഒരാളെങ്കിലും, അപ്പം തന്നെയാകണമെന്നില്ല, ഒരാളെങ്കിലും ദൈവത്തോട് നടക്കുന്നവനായി തീരണം. ഞാൻ സ്നേഹപൂർവ്വം നിങ്ങളോട് അപേക്ഷിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ഞാൻ ഒരാൾ, എൻ്റെ കർത്താവേ, എൻ്റെ ഇനിയുള്ള ആയുഷ്കാലം യേശുവിനോട് നടക്കുവാൻ ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാൻ ഒരാൾ, എനിക്കതല്ലേ ചെയ്യാൻ പറ്റൂ. ടാഗോറിൻ്റെ ഒരു കവിതയുടെ കാര്യം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ കാണുമല്ലോ. സൂര്യൻ നല്ല ക്ഷീണിതനായി വന്ന് പറയുകയായിരുന്നു, ഞാൻ എത്ര നേരമായി അധ്വാനിക്കുന്നു. ഭാവനയാണ്, കവിതയാണ്. സൂര്യൻ പറയുകയാണ്, ഞാൻ എത്ര നേരമായി അധ്വാനിക്കുന്നു, എനിക്കൊന്ന് വിശ്രമിക്കണമല്ലോ. കഴിഞ്ഞ 12 മണിക്കൂർ ഞാൻ അധ്വാനിച്ചു, എനിക്ക് അല്പനേരം ഒന്ന് വിശ്രമിക്കണം. ആരെങ്കിലും വന്ന് ഈ പ്രകൃതിയെ ഒന്ന് പ്രകാശമാനമാക്കൂ.
ഈ ഭൂമിയിൽ വെളിച്ചം പകരൂ. ആർക്ക് സാധിക്കും? ആരെക്കൊണ്ട് സാധിക്കും ഭൂമി മുഴുവൻ വെളിച്ചം പകരാൻ? ആരും മുന്നോട്ട് വന്നില്ല. പിന്നെയും പിന്നെയും സൂര്യൻ ഇങ്ങനെ കെഞ്ചിക്കൊണ്ടിരുന്നു, ആരെങ്കിലും വരൂ വരൂ, എന്നെ സഹായിക്കൂ, ഈ ഭൂമിയെ ഒന്ന് പ്രകാശമാനമാക്കൂ, ഈ ഭൂമിയിലെ ഇരുട്ട് മാറ്റൂ, ആരെങ്കിലും വരൂ. അപ്പോഴാണ് മിന്നാമിനങ്ങ് പറന്നു വന്നത്. മിന്നാമിനങ്ങ് പറഞ്ഞു, ഞാൻ ഒരു ചെറിയ വെളിച്ചം മാത്രം ഉൾക്കൊള്ളുന്നയാളാണ്. ഒരു ചെറിയ വെളിച്ചം, അരണ്ട വെളിച്ചം, അല്പമേ ഉള്ളൂ. പക്ഷേ ഞാനൊരു കാര്യം ചെയ്യാം, എനിക്ക് സൂര്യഭഗവാൻ ഇങ്ങനെ എല്ലായിടത്തും പ്രകാശിക്കുന്നത് പോലെ മുഴുവൻ പ്രകാശമാക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല. പക്ഷേ എനിക്ക് സാധിക്കും, ഒരു ചെറിയ ചുറ്റുവട്ടത്തിൽ പറക്കാം. ഞാൻ ശ്രമിക്കാം. ഒരു ചെറിയ ചുറ്റുവട്ടത്തിൽ എന്നെക്കൊണ്ട് അത്രയിലേ ആവൂ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാനിത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഈ സംഭവം പറയുന്നത് ഒരു കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുത്താനാണ്. ഒരു ചെറിയ കുടുംബമുണ്ട് നമുക്ക്, ഒരു കൊച്ചു കുടുംബം. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ആ കൊച്ചു കുടുംബത്തിൽ പ്രകാശം പരത്താൻ നിങ്ങൾക്ക് പറ്റുമോ? സ്നേഹം വിതറാൻ നിങ്ങൾക്ക് പറ്റുമോ? ഐക്യത്തിൻ്റെ കെട്ടുറപ്പ് ഉളവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ക്ഷമിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? സഹിപ്പാൻ നിങ്ങൾക്ക് സാധിക്കുമോ? വിട്ടുവീഴ്ച ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമോ? എല്ലാം സഹിക്കാനും എല്ലാം പൊറുക്കാനും എല്ലാം ക്ഷമിക്കാനും എല്ലാം വഹിക്കാനും ജീവിതത്തിൽ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളുടെ കുടുംബം ഐശ്വര്യമുള്ളതായി തീരും. അതാണ് പറയാറുള്ളത്, നമ്മുടെ കുടുംബം കൊച്ചു സ്വർഗമാകണമെന്ന്. കൊച്ചു സ്വർഗം. ദൈവത്തിന് സ്തോത്രം. ആ കൂറിണക്കത്തിൻ്റെ ദാർഢ്യത്തിൽ നമ്മുടെ കുടുംബം ഭദ്രമായി തീരണം. അതിനുവേണ്ടി നമ്മുടെ കുടുംബത്തിൽ ഭദ്രമായ സ്നേഹത്തിൻ്റെ അടിത്തറ പാകണം. എങ്ങനെ സാധിക്കും? യേശുക്രിസ്തുവിനോട് നടക്കുക. ടു ബി വിത്ത് ജീസസ്, യേശുവിനോട് ചേർന്ന് നടക്കുക. അറ്റ് ദ ഫീറ്റ് ഓഫ് ജീസസ്, യേശുവിൻ്റെ പാദപീഠത്തിലിരിക്കുക. യേശുവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുന്നവന് മാത്രമേ യേശുവിൻ്റെ കൂടെ നടക്കാൻ ഒക്കുകയുള്ളൂ. യേശുവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുന്നവരായി നാം തീരണം. നാം പ്രാർത്ഥിക്കുന്നവരായി തീരണം. നമ്മുടെ സമയം യേശുക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കാൻ നാം വേർതിരിക്കേണ്ടതാണ്. ഒരു നിശ്ചിത സമയം നാം എന്നും യേശുക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കണം. നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നാം ഒരുപടി പ്രവർത്തിക്കുന്നവരായിരിക്കും, പല നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും. പക്ഷേ ക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ തനിയേ ഇരുന്ന് ഹൃദയം പകരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ പോരായ്മകൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇപ്പോഴും നമ്മളിലുള്ളതായ ബലഹീനതകൾ, നമ്മുടെ പ്രകൃതിയിലുള്ളതായ പാകപ്പിഴകളും ഏറ്റുപറഞ്ഞ് അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവേ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? അത് നിങ്ങളുടെ ജീവിതത്തിൽ പതിവായി മാറ്റിയിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതമില്ലെങ്കിൽ നിങ്ങൾക്ക് യേശുവിൻ്റെ കൂടെ നടക്കാൻ സാധിക്കുകയില്ല. യേശുവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുന്നവനാണ് യേശുവിൻ്റെ കൂടെ നടക്കുന്നവൻ. ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ പാദപീഠത്തിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് തിരുവചനം വായിക്കാം. നിങ്ങൾക്ക് യേശുവിൻ്റെ തിരുവചനത്തിൽ നിങ്ങൾക്ക് ആശയം ഉൾക്കൊള്ളാം, നിങ്ങൾക്ക് സന്ദേശം ഉൾക്കൊള്ളാം. യേശുവിന് നിങ്ങളോടുള്ളതായ സ്പെഷ്യൽ മെസ്സേജ് നിങ്ങൾക്ക് വാങ്ങാം. നിങ്ങൾക്ക് യേശു ചില മെസ്സേജസ് തരുന്നുണ്ടാകും. ഈ തിരുവചനം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ മെസ്സേജ് നിങ്ങൾക്ക് നേരിട്ട് കേൾക്കാം. നിങ്ങളോട് സംസാരിക്കും, നിങ്ങൾക്ക് അനുഭവിക്കാം. ദൈവത്തിന് സ്തോത്രം. വചനം കേൾക്കുമ്പോൾ ആ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങിച്ചെന്ന് ദൈവത്തെ സ്തുതിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളെ കരുതുന്ന ദൈവം, നിങ്ങളെ കാക്കുന്ന ദൈവം, നിങ്ങളെ പരിപാലിക്കുന്ന ദൈവം, നിങ്ങളുടെ ഭാവി ഭദ്രമാക്കി തരുന്ന ദൈവം, നിങ്ങളുടെ മക്കളുടെ കാര്യം നോക്കുന്ന ദൈവം, നിങ്ങളുടെ കുടുംബകാര്യം അന്വേഷിക്കുന്ന ദൈവം, നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ കാര്യം നോക്കുന്ന ദൈവം, എല്ലാം കാണുന്നൊരു ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ കൊടുത്തു എന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾക്ക് ലഭിക്കും. ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ ക്രിസ്തുവിനോട് ചേർന്ന് നിങ്ങൾ നടക്കാൻ തുടങ്ങും. അപ്പോൾ ആ പാദപീഠത്തിൽ ഇരിക്കുന്ന സമയം മാത്രമല്ല, എപ്പോഴും ക്രിസ്തുവിനോട് കൂടി ആയിരിക്കും. ഭക്ഷണം കഴിക്കുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴും, അല്ല നാം യാത്ര ചെയ്യുമ്പോഴും, നാം പഠിക്കാൻ കോളേജിലോ സ്കൂളിലോ ക്ലാസ്സിലിരിക്കുമ്പോഴും, നാം ഓഫീസിലായിരിക്കുമ്പോഴും, നാം ജോലി ചെയ്യുമ്പോഴും, അല്ല പാടത്ത് പണിയെടുക്കുമ്പോഴും, അല്ല പറമ്പിൽ പണിയെടുക്കുമ്പോഴും, എപ്പോഴും യേശുവിൻ്റെ കൂടെ ആയിരിക്കുന്ന, അതൊരു മഹനീയമായ ഒരു അനുഭവമല്ലേ? യേശുവിൻ്റെ കൂടെ ആയിരിക്കുക എന്തൊരു ഭാഗ്യമാണത്. ദൈവത്തിന് സ്തോത്രം. ദാവീദ് പറഞ്ഞു, ഞാൻ യഹോവയായ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. ദാവീദ് പറഞ്ഞതാണ്, ഞാൻ യഹോവയായ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. നല്ല ഉറപ്പാണ്, എൻ്റെ മുമ്പിൽ ദൈവം നിൽക്കുന്നുണ്ട്, എൻ്റെ കർത്താവ് നിൽക്കുന്നുണ്ട്. ദാവീദിന് നല്ല ഉറപ്പാണ്. ദാവീദ് നല്ല ധൈര്യത്തോടെ പറയും, യഹോവയായ കർത്താവിനെ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. എൻ്റെ ചേർന്ന്
എൻ്റെ വലതുഭാഗത്ത് അവൻ നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഓളങ്ങളും തിരമാലകളുമുള്ള ഈ ലോക ജീവിതത്തിൽ, പ്രതിസന്ധികളും പ്രശ്നങ്ങളുമുള്ള ഈ ലോക ജീവിതത്തിൽ, ഭാരങ്ങളും ആകുലങ്ങളും അവലാധികളുമുള്ള ഈ ലോക ജീവിതത്തിൽ വലഭാഗേ നിൽക്കാൻ നിത്യരക്ഷകനുണ്ടെങ്കിൽ എന്തൊരു ഭാഗ്യമാണത്. നമ്മുടെ തൊട്ട് ചേർന്ന് നിൽപ്പാൻ, നമ്മോട് ഒട്ടി നിൽക്കാൻ, നമ്മെ താങ്ങാൻ, നമ്മെ തലോടാൻ, നമ്മുടെ ഭാരങ്ങളിൽ നമ്മെ ഉയർത്തിപ്പിടിക്കാൻ, നമ്മുടെ തല താണുപോകാതെ നമ്മെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കാൻ ജീവനുള്ള ക്രിസ്തു ഉണ്ടെങ്കിൽ അതെന്തൊരു ഭാഗ്യമാണത്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനോട് നടക്കുക. യേശുക്രിസ്തുവിനോട് നടക്കുന്നവർ അവർ എങ്ങനെ നടക്കുമെന്നാണ് നാം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചത്. എന്താണ്? എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം. നിങ്ങൾ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവീൻ. വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം നടക്കും. ഉന്നതമായ വിളിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം നടക്കും. 2, പൂർണ്ണ വിനയത്തോടെ നടക്കും. 3, സൗമ്യതയോടെ നടക്കും. 4, ദീർഘക്ഷമയോടെ നടക്കും. 5, സ്നേഹത്തിൽ നടക്കും. 6-ാമത്തെ കാര്യമാണ് നാം ഒടുവിലായിട്ട് ചിന്തിച്ചു വെച്ചത്. 6-ാമത്തെ കാര്യം എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. കർത്താവിന് പ്രസാദമായതെന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. 6-ാമത് വെളിച്ചത്തിൽ നടക്കും. ഇതെല്ലാം ഇനിയും വരാനുണ്ട്, നമുക്ക് പിന്നാലെ പറയാം. ഇതെല്ലാം എങ്ങനെയാണ്? 4 കാര്യങ്ങളെ ആസ്പദമാക്കിയാണ്. 1, വാക്ക് ഇൻ യൂണിറ്റി, ഒരു മനസ്സോടെ നടക്കുക, ഐക്യത്തോടെ നടക്കുക, വാക്ക് ഇൻ യൂണിറ്റി. 2, വാക്ക് ഇൻ പ്യൂരിറ്റി, വിശുദ്ധിയിൽ നടക്കുക. 1, വാക്ക് ഇൻ യൂണിറ്റി. 2, വാക്ക് ഇൻ പ്യൂരിറ്റി, ഐക്യത്തോടെ നടപ്പീൻ, വിശുദ്ധിയോടെ നടപ്പീൻ. 3, മൂന്നാമത്തേത് വാക്ക് ഇൻ ഹാർമണി, കൂറിണക്കത്തോടെ നടപ്പീൻ. 4-ാമത്തേത് വാക്ക് ഇൻ വിക്ടറി, ജയത്തോടെ നടപ്പീൻ, ജയോല്ലസിതരായി നടപ്പീൻ, ജയഘോഷത്തോടെ നടപ്പീൻ, വാക്ക് ഇൻ വിക്ടറി. ഈ 4 കാര്യങ്ങൾ നമ്മൾ നടക്കണമെങ്കിൽ നാം വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണം നടക്കണം, പൂർണ്ണ വിനയത്തോടെ നടക്കണം, സൗമ്യതയോടെ നടക്കണം, ദീർഘക്ഷമയോടെ നടക്കണം, സ്നേഹത്തിൽ നടക്കണം, വെളിച്ചത്തിൽ നടക്കണം. 7-ാമതായി നാം നടക്കേണ്ടത് ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. ദൈവത്തിന് സ്തോത്രം. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. നമുക്ക് വായിക്കാം. 5-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം മുതൽ വായിക്കാം. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവിൻ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തു കൊള്ളുവിൻ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ച് എപ്പോഴും കർത്താവിനെ പാടിക്കൊണ്ട് ആത്മാവ് നിറഞ്ഞവരായി നടപ്പീൻ. ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിപ്പീൻ. ദൈവത്തോട് നടക്കുന്നുവെങ്കിൽ ആത്മാവിൻ്റെ അഭിഷേകം നമ്മിൽ വസിക്കും. ദൈവത്തോട് നടക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വാസം ചെയ്യും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ആവസിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നിയന്ത്രിക്കും. നമ്മുടെ ഓരോ അവയവങ്ങളെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കും. നമ്മുടെ നാവിനെ നിയന്ത്രിക്കും, നമ്മുടെ കണ്ണിനെ നിയന്ത്രിക്കും, നമ്മുടെ സംസാരത്തെ നിയന്ത്രിക്കും, നാം ഭക്ഷിക്കുകയോ കുടിക്കുകയോ ചെയ്യുന്നതിനെ നിയന്ത്രിക്കും, നമ്മുടെ കൈകളുടെ പ്രവൃത്തികളെ നിയന്ത്രിക്കും, നമ്മുടെ ഭാവഹാവാദികളെ നിയന്ത്രിക്കും, നമ്മുടെ ചലനങ്ങളെ നിയന്ത്രിക്കും, നമ്മുടെ നടപ്പിനെ നിയന്ത്രിക്കും. എല്ലാറ്റിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നിയന്ത്രിക്കും. നിങ്ങൾ ദയവായി ചിന്തിക്കൂ, നിങ്ങളിന്ന് പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കാൻ നിങ്ങൾ വിട്ടുകൊടുക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവിന് ഹിതകരമായിട്ടാണോ നിങ്ങളുടെ സംസാരങ്ങൾ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ സംസാരങ്ങളിൽ പ്രസാദിക്കുമോ? നിങ്ങളുടെ നോട്ടങ്ങളിൽ പ്രസാദിക്കുമോ? നിങ്ങൾ മാത്രമായിരിക്കുന്ന രഹസ്യ സമയങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രസാദിക്കുമോ? മറ്റുള്ളവർ കാണുമ്പോഴല്ല, മറ്റാരും കാണാത്ത സമയങ്ങളിൽ നിങ്ങളുടെ ഓരോ നിമിഷവും പരിശുദ്ധാത്മാവ് പ്രസാദിക്കത്തക്കവണ്ണമാണോ നിങ്ങൾ ജീവിക്കുന്നത്?
ദൈവത്തോട് നടക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രസാദിക്കും. പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രസാദിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത്, നമ്മുടെ ജീവിതം അനുഗ്രഹീതമാകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാം ഭാവി തലമുറയ്ക്ക് അനുഗ്രഹം കൈമാറുന്നവരായി തീരുന്നത്. ദൈവത്തിന് സ്തോത്രം. ആത്മാവ് നിറഞ്ഞവരായി തീരുക, പരിശുദ്ധാത്മാവ് നമ്മിൽ ആവസിക്കുക. വേദപുസ്തകം വായിക്കുമ്പോൾ അനേകം ഭാഗങ്ങളുണ്ട് ആത്മാവ് അവൻ്റെ മേൽ വന്നു എന്ന്. ശൗലിൻ്റെ മേൽ ആത്മാവ് വന്നു, ശിംശോൻ്റെ മേൽ ആത്മാവ് വന്നു, ഇബ്താഹിൻ്റെ മേൽ ആത്മാവ് വന്നു, യഹസ്കേലിൻ്റെ മേൽ ആത്മാവ് വന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുന്നു എന്ന് ആവർത്തിച്ച് പറയുന്ന ഭാഗങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ കാണാം. ദയവായി നിങ്ങളൊന്ന് ചിന്തിക്കൂ, എൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വരുന്നുണ്ടോ? എൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് അധിവസിക്കുന്നുണ്ടോ? എൻ്റെ തലമേൽ ദൈവത്തിൻ്റെ ആത്മാവ് പൊരുന്നിയിരിക്കുന്നുണ്ടോ? എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ചെറു വിരിച്ചിരിക്കുന്നുണ്ടോ? ദൈവാത്മാവിൻ്റെ കീഴിലാണോ ഞാൻ ഇരിക്കുന്നത്? ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിലാണോ ഞാൻ നടക്കുന്നത്? എൻ്റെ ഓരോ നിമിഷവും ദൈവാത്മാവിൻ്റെ ഹിതപ്രകാരവും ദൈവാത്മാവിൻ്റെ നടത്തിപ്പ് പ്രകാരവുമാണോ? ദൈവത്തിൻ്റെ പരിശുദ്ധമായ വചനം പറയുന്നു, 32 സങ്കീർത്തനത്തിൽ പറയുന്നു, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. പരിശുദ്ധാത്മാവ് നമുക്ക് ആലോചന പറഞ്ഞു തരും. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതം വളരെ മധുരമാണ്. ക്രിസ്തീയ ജീവിതം വളരെ ഭാഗ്യപൂർണ്ണമാണ്. ക്രിസ്തീയ ജീവിതം അനുഗ്രഹീതമാണ്. ക്രിസ്തീയ ജീവിതം ധൈര്യം തരുന്നതാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നടത്തുന്നു. നാം ഉടമസ്ഥനുള്ളവരാണെന്നുള്ളൊരു ഉറപ്പ് നമുക്ക് കിട്ടുന്നു. നാം രക്ഷകർത്താവുള്ളവരാണെന്നുള്ള ഉറപ്പ് നമുക്ക് കിട്ടുന്നു. ഭർത്താവില്ലാത്തവർക്ക് യേശുക്രിസ്തു ഒരു മണവാളനായി ചേർന്ന് നിൽക്കുന്ന അനുഭവിക്കാൻ കഴിയുന്നു. ഭാര്യ നഷ്ടപ്പെട്ടു പോയവർക്ക് യേശുക്രിസ്തു തക്ക തുണയായി ചേർന്ന് നിൽക്കുന്ന അനുഭവിക്കാൻ കഴിയുന്നു. അപ്പൻ നഷ്ടപ്പെട്ടവർക്ക് യേശുക്രിസ്തു അപ്പനായി രക്ഷകർത്താവായി നിൽക്കുന്ന അനുഭവിക്കാൻ കഴിയുന്നു. ആരോരുമില്ലാതെ ജീവിതത്തിൽ തുണയറ്റവരായി, തണലില്ലാത്തവരായി, താങ്ങില്ലാത്തവരായി വലഞ്ഞു കഴിയുന്നവർക്ക് യേശുക്രിസ്തു സമീപസ്ഥനായി നിൽക്കുന്ന അനുഭവിക്കാൻ കഴിയുന്നു. എന്തൊരു ഭാഗ്യമാണ് ക്രിസ്തീയ ജീവിതം. അദൃശ്യനായ ക്രിസ്തുവിനെ അടുത്ത് കണ്ട് അനുഭവിച്ച് ക്രിസ്തുവിനെ സ്നേഹിച്ച് ജീവിക്കാൻ കഴിയുന്നത്രയോ ഭാഗ്യകരമായ അനുഭവമാണ്. സ്നേഹിതരെ, ആത്മാവിൽ നാം നടക്കുക, പരിശുദ്ധാത്മാവിൽ നാം നടക്കുക, പരിശുദ്ധാത്മാവോട് ചേർന്ന് നാം നടക്കുക, പരിശുദ്ധാത്മാവിൻ്റെ ഹിതപ്രകാരം നാം നടക്കുക. അപ്പോൾ നമ്മുടെ ജീവിതം ധന്യമായി തീരും. 7ാമത്തെ കാര്യമാണ് ആത്മാവിൽ നടക്കുക. 8ാമത്തെ കാര്യം, സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് എത്രയും നടപ്പാൻ നോക്കുവീൻ. 15-ാം വാക്യം, എഫേസ്യ ലേഖനം 5-ാം അധ്യായം 15-ാം വാക്യം. സൂക്ഷ്മത്തോടെ നടപ്പീൻ. വളരെ സൂക്ഷ്മത വേണം, വളരെ സൂക്ഷ്മത. എപ്പോഴും നാം ജാഗ്രതയുള്ളവരായിരിക്കും. ജാഗ്രത വേണം, ജാഗ്രതയോടെ നടക്കണം. അടുത്ത പ്രസംഗത്തിൽ അതിനെക്കുറിച്ച് പിന്നീട് വിശദമായിട്ട് പറയാം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങളോട് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങൾക്ക് ഇന്ന് ദൈവസന്നിധിയിൽ ഒരു പ്രതിഷ്ഠ എടുക്കാൻ പറ്റുമോ? ഞാൻ യേശുവിൻ്റെ കൂടെ നടക്കും. അദൃശ്യനായ യേശുവിനെ കണ്ടതുപോലെ ഞാൻ ഉറച്ചു നിന്ന് ഞാൻ യേശുവിൻ്റെ കൂടെ നടക്കും. യേശുവിനെ എൻ്റെ വലത്തുഭാഗത്ത് കണ്ടുകൊണ്ട് ഞാൻ നടക്കും. എൻ്റെ ഓരോ നിമിഷവും യേശുവിനോട് ചേർന്ന് ഞാൻ നടക്കും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നിൻ്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. സങ്കീർത്തനക്കാരൻ തന്നെ പറയുന്നത്, നിൻ്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം നടക്കുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ഹിതപ്രകാരം നടക്കുന്നു, കർത്താവായ യേശുക്രിസ്തു സന്തോഷിക്കുന്നത് പോലെ നാം നടക്കുന്നു, യേശുവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് നാം നടക്കുന്നു, യേശുവിനോട് ചേർന്ന് നടക്കുന്നു, യേശുവിൻ്റെ രക്തത്താൽ പൊതിയപ്പെട്ടവരായി നാം നടക്കുന്നു, യേശുക്രിസ്തുവിൻ്റെ ജയമുള്ള സ്ലീബായിട്ട് തണലിൽ നാം നടക്കുന്നു, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വിമോചനം പ്രാപിച്ചവരായി നടക്കുന്നു, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ പാപമോചനം പ്രാപിച്ചവരായി നടക്കുന്നു, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മുടെ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടവരായി നടക്കുന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം നിൻ്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. മഹത്വകരമായ സ്വർഗീയ ശ്രേയസ്സിലേക്ക്, സ്വർഗീയ മഹത്വത്തിലേക്ക്, സ്വർഗീയ സമാധാനത്തിലേക്ക്, സ്വർഗീയ ജീവിതത്തിലേക്ക് അവൻ എന്നെ കൈക്കൊള്ളും. ഇതെല്ലാം താൽക്കാലികം. ഈ കാണുന്നതെല്ലാം മായ, ഇന്ന് കാണുന്നതെല്ലാം മാറിപ്പോകും. മാറാത്തത് സ്വർഗീയ രാജാധിരാജൻ്റെ സ്വർഗീയ ഭവനം. രാജാധിരാജനായ യേശുവിൻ്റെ നിത്യശോഭന തീരത്തേക്ക് നാം അടുക്കുകയാണ്. സ്നേഹിതരെ, ആ മഹാഭാഗ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. നാം ആരും ശത്രുപാളയത്തിൽ കുടുങ്ങിപ്പോകരുത്. നമ്മെ ആരെയും പിശാച് റാഞ്ചിക്കൊണ്ടു പോകാൻ ഇടവരരുത്. നമ്മെ ആരെയും സാത്താൻ വഞ്ചിച്ചുകൊണ്ട് പോകാൻ സമ്മതിക്കരുത്. ജീവിതം നിങ്ങൾ ക്രിസ്തുവിന് കൊടുക്കുക. യേശുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം വേർതിരിക്കുക. യേശുവിൻ്റെ കൈകളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കുക.
എൻ്റെ കർത്താവേ, നീ കുരിശിൽ എനിക്ക് വേണ്ടി മരിച്ചു, ഇതാ ഞാൻ എന്നെ തന്നെ നിനക്ക് തരുന്നു. എൻ്റെ യേശുവേ, നീ കുരിശിൽ എനിക്ക് വേണ്ടി തിരുരക്തം ചിന്തി, ഞാനിതാ എന്നെ തന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. എൻ്റെ യേശുവേ, ഇത്രയും കാലം നിന്നെ അറിയാതെ നിന്നെ മറന്ന് ഞാൻ ജീവിച്ചു. യേശുവേ, നിന്നോട് പറഞ്ഞ വാക്ക് ഞാൻ മറന്ന് ജീവിച്ചു. നീ എന്നോട് പറഞ്ഞ വാക്ക് ഞാൻ മറന്ന് ജീവിച്ചു. യേശുവേ, നീ എന്നോട് ക്ഷമിക്കണമേ. ഇനി മുതൽ ഈ യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ വിലയായി ഒരു പുതിയ സമർപ്പണത്തോടെ ഞാൻ മുന്നോട്ട് വരികയാണ്. യേശുവേ, ഇതിൻ്റെ ആലോചനയാൽ നീ എന്നെ നടത്തണമേ. പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളണമേ. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തിരുവചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ മനോഹരമായ സമയം ഞങ്ങൾക്ക് വേർതിരിച്ച് തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിൻ്റെ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരുടെ മേലും തൃക്കരം വയ്ക്കണമേ. എല്ലാവരെയും ആശീർവദിക്കണമേ. എല്ലാവരെയും നന്മകളാൽ നിറയ്ക്കണമേ. അപ്പോൾ നിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം ഏൽപ്പിക്കുവാനുള്ളതായ സൗഭാഗ്യം മക്കൾക്ക് എല്ലാവർക്കും നൽകണമേ. അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ.